പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജിൽ കർത്താവിൻ്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വചനം ഇങ്ങനെ പറയുന്നു, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തീർച്ചയായും കർത്താവ് നമുക്ക് നന്മകൾ മാത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശബ്ദം ക്ലിയർ ആണ് എങ്കിൽ ഞങ്ങൾക്ക് അതൊന്ന് മെസ്സേജിൽ കൂടെ അറിയിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൽ ശ്രോതാക്കളായിരിക്കുന്ന ദൈവദാസന്മാർ അല്ലെങ്കിൽ ദൈവമക്കൾ ആരായിരുന്നാലും ഞങ്ങളുടെ ശബ്ദം ക്ലിയർ ആണ് എങ്കിൽ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാലും നമുക്കൊരുമിച്ച് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവം നമുക്ക് ഇന്ന് പകൽക്കാലം അതിനുള്ള അവസരങ്ങളെ കർത്താവ് നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്ന റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് ദൈവത്തിൻ്റെ വചനവും അല്പസമയം ദൈവത്തെ ആരാധിക്കുവാനായി ഞങ്ങൾക്ക് ഒരുക്കി തന്ന എല്ലാ അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. ഇതിൻ്റെ ആത്മീയനായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ചേർന്ന് അല്പസമയം ചില പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഈ ഗ്രൂപ്പിനകത്ത് വ്യത്യസ്തമായ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഈ ഗ്രൂപ്പിനകത്തുണ്ട് എന്ന് കേൾക്കുവാനിടയായി. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നമുക്കൊരുമിച്ച് ഇന്ന് അല്പസമയം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. പ്രാരംഭത്തിൽ ഒരു മലയാള ഗാനം പാടുവാൻ ആയിരിക്കുന്നു. ദൈവകൃപയിൽ, പഴയ ഗാനമാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് എന്നുള്ള ഗാനമാണ് ഇത്. എനിക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ രണ്ടാമത്തെ മകളാണ് ഇത്. ഞങ്ങൾക്കൊരുമിച്ച് ഇന്ന് അല്പസമയം ദൈവത്തെ ആരാധിപ്പാൻ നൽകുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ചില ഗാനങ്ങൾ ചേർന്ന് പാടാം. ചേർന്ന് പാടിക്കൂടെ കർത്താവിനെ ബന്ധപ്പെടുത്താം. ദൈവം കാര്യം പറയട്ടെ. Amen.
ഇന്ന് സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം ഇന്ന് നമ്മൾ ഉച്ചരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ തീർച്ചയായും അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. എവിടൊക്കെ കർത്താവിനെ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ, എവിടൊക്കെ കർത്താവിനെ ഉയർത്തിയിട്ടുണ്ടോ, അവിടെല്ലാം വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇന്ന് ഈ സന്ധ്യാസമയത്ത് നമ്മൾ കർത്താവിനെ ഉയർത്തുമ്പോൾ തീർച്ചയായും കർത്താവ് നമ്മളെ സന്തോഷിക്കട്ടെ. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ ഇല്ലാത്ത മനുഷ്യരില്ല. എന്നാൽ ആ മേഖലയ്ക്കകത്ത് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു ദൈവപൈതൽ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും സോൾവ് ആയിട്ട് ദൈവത്തെ സ്തുതിക്കാമെന്നോ ആരാധിക്കാമെന്നോ ചിന്തിച്ചാൽ, വിചാരിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അതിനെ സാധിച്ചത് വരത്തില്ല. എന്നാൽ ഏത് പ്രതികൂലത്തിന് നടുവിലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിന് നടുവിലും കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു ദൈവപൈതൽ തയ്യാറായാൽ അതാണ് ആ ദൈവപൈതലിന്റെ ജീവിതത്തിലെ അനുഗ്രഹമെന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്, പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് ദൈവത്തെ സ്തുതിക്കുവാനിടയായി. സാഹചര്യങ്ങൾ അവർക്കെല്ലാം എതിരാണ്. വളരെ അടികൊണ്ട്, വേദനയാൽ, വളരെ പ്രയാസത്തോടെ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിന് നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ അവരുടെ ഹൃദയത്തിനകത്ത് കൊടുത്ത ഒരു പ്രേരണ, അതിന്റെ അനന്തര ഫലം എന്താണെന്ന് അവർക്ക് ആർക്കും അറിയില്ല. എന്നാൽ അവർ ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവർ ആരംഭിച്ചു. എന്താ സംഭവിച്ചത്? അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു മാറി, അല്ലെങ്കിൽ അവരുടെ ബന്ധനങ്ങൾ മാറി, അവർ സ്വാതന്ത്ര്യമുള്ളവരായി മാറി. ആ കാരാഗ്രഹത്തിനകത്ത് ദൈവ സാന്നിധ്യം ഉറങ്ങാൻ ഇടയായി. തീർച്ചയായും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങളുടെ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിന് നടുവിൽ, നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിന് നടുവിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായും നിങ്ങളുടെ പ്രതികൂലത്തിന് നടുവിൽ, നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിന് നടുവിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. തീർച്ചയായും ആ കർത്താവ് ഇന്ന് സന്ധ്യാസമയത്ത് നമ്മുടെ നടുവിൽ ഇറങ്ങി വരട്ടെ. തീർച്ചയായും നമുക്കറിയാം, കൊറോണ വൈറസ് അതെത്ര മേഖലയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നറിയാം. പല കുടുംബങ്ങൾ, പല കണക്കുകൂട്ടലുകൾ, പല പ്ലാനിങ്ങുകൾ എല്ലാം തെറ്റി പോവുകയാണ്. എന്നാൽ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധി ഘട്ടത്തിന്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു ദൈവപൈതൽ തയ്യാറായാൽ തീർച്ചയായും തന്റെ മക്കളെ കാണുന്ന, തന്റെ മക്കളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മളെ അനുഗ്രഹിക്കും. നിശ്ചയമായും നമുക്ക് ഒരുമിച്ചൊരു പാട്ടോടെ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ ഒരു തമിഴ് ഗാനം പാടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മളെ അതിനെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ട്. ശബ്ദത്തിനകത്ത് ചില പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് നിങ്ങൾക്കും ഡിസ്റ്റർബാണ് എന്ന് ചിന്തിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാം എവിടൊക്കെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു, ആ സമയത്തെല്ലാം പിശാച് ഏതെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സുകളെ അല്ലെങ്കിൽ പല മേഖലകൾ അസ്വസ്ഥരാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സന്ധ്യാസമയത്ത് നമുക്കൊരുമിച്ച് ഒരു ഹിന്ദി ഗാനം കൂടെ പാടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ എല്ലാവരെയും പൊതിയട്ടെ. ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ വേണം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ. കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ നാമം എവിടൊക്കെ മഹത്വപ്പെടുമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം എവിടൊക്കെ ഉച്ചരിക്കപ്പെടുന്നുവോ അവിടെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് പിശാചിന് മുന്നമേ അറിയാം. കാരണം ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരിക്കലും ആ പ്രവൃത്തികൾ വെളിപ്പെടരുത് എന്ന് പിശാച് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ജയം യേശുവിൻ മാത്രമാണ്, ജയം നമുക്കാണ്. അതുകൊണ്ട് നമുക്ക് എത്ര നമുക്ക് സ്വതന്ത്രം ചെയ്യാൻ കഴിയും. എത്ര പ്രതികൂലത്തിന് നടുവിലും എത്ര പ്രതിസന്ധി ഘട്ടത്തിന് നടുവിലും നമ്മളെ നടത്തുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ കർത്താവിനെ നല്ലൊരു നന്ദിയോടെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു നല്ലൊരു ഹിന്ദി ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. ഒരു ഹിന്ദി ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ആരാധിക്കാൻ ദൈവം നമ്മളെ അതിനെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ പ്രവർത്തിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ Thank you.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഇന്ന് സന്ധ്യാസമയത്ത് നമുക്ക് ഒരുമിച്ച് നൽകി തരുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുമ്പോൾ അതെത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ്. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല, എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. അത്ര നന്മകൾ, അത്ര പല പല തടസ്സങ്ങൾ ഇന്ന് ഈ സന്ധ്യ നേരിട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം വളരെയധികമുണ്ട്. എന്താണെന്ന് അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു നാട്ടിൽ ചിലയിടത്ത് മഴയുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് ഇച്ചിരി പ്രോബ്ലമായിട്ടുള്ളത്. ദയവായി ഞങ്ങളോട് സഹകരിക്കുക. നമുക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കാണുവാൻ ഇടയാകട്ടെ. നമുക്കൊരു പാട്ടിൻ്റെ വരി കൂടെ ചേർന്ന് പാടിയതിനു ശേഷം ഞാൻ അല്പസമയം ദൈവത്തിൻ്റെ വചനം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു തമിഴ് ഗാനം, അത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ചേർന്ന് എന്നോടുകൂടെ ഈ പാട്ടിൻ്റെ വരികൾ പാടാൻ ദൈവം നമ്മളെ അതിനെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സന്തോഷത്തോടെ എന്നോട് ചേർന്ന് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എന്റെ കണ്ണുമറയാനവരേ, എന്നെ കാക്കും ദൈവത്തിനെ
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആരാധന എവിടൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടൊക്കെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഈ സന്ധ്യാസമയത്ത് എത്ര പേർക്ക് നമ്മളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ കഴിയും? ആരാധനയ്ക്ക് യോഗ്യനായ ആ കർത്താവിനെ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മളതിനെ സമർപ്പിച്ചാണ് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. സ്തുതികൾക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്കും യോഗ്യൻ ആ നല്ല കർത്താവിനെ ഒന്ന് പകൽക്കാൻ സമർപ്പിച്ചാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് തീർച്ചയായും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ കർത്താവിന്റെ പകൽക്കാലം നമ്മുടെ കരണം ചെയ്യും. തീർച്ചയായും അതേ സാന്നിധ്യം ഇത് നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്യട്ടെ. ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് നമ്മളെ നിർത്തി നമുക്ക് ആവശ്യമായതെല്ലാം നൽകി തന്ന് നമ്മളെ നടത്തിയ ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ സന്ധ്യാസമയൊക്കെ നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കി. കർത്താവെ, ഞങ്ങൾക്കറിയാം പലവിധ തടസ്സങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ അല്പസമയം ദൈവത്തെ ആരാധിപ്പാൻ കൃപ നൽകി തന്നു. കേൾവിക്കാരായി ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും നീ അനുഗ്രഹിക്കണമേ. അതുമാത്രമല്ല, ഇതിൻ്റെ ആത്മീയമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ പേജിൽ കർത്താവെ ഉൾപ്പെട്ട് നിൽക്കുന്ന സകലരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരെയും പൊതിയണമേ. ഞങ്ങൾ ആരാധിച്ചപ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇത് കാണുന്ന പ്രിയപ്പെട്ടവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കണമേ. ഞങ്ങളുടെ പാട്ടിൻ്റെ കഴിവോ ഞങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതിൻ്റെ കഴിവോ അല്ല, അതൊക്കെ മാറി നിൽക്കട്ടെ. അതിനകത്തോട് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവെ ഇത് ശ്രമിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. അതിനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും. അല്പസമയം അതിനെ സംസാരിക്കാൻ കൃപ നൽകി തരണം. സകലമാനവും മകത്തും അങ്ങേക്ക് സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ഇതിനകത്ത് ഒരു ഗണ്ടിങ്ങായി കൊടുത്തിരുന്നു. അതിങ്ങനെയാണ്: നമ്മളെ അറിയുന്ന, നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നമുക്ക് അഭിമാനത്തോടെ നമ്മുടെ ചങ്കത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, നമ്മളെ നന്നായി അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവല്ലാതെ മറ്റാരുമല്ല. നമുക്ക് മാതാപിതാക്കളുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങനെ കൂട്ടുകാര്, നാട്ടുകാര്, അങ്ങനെ പലരുമുണ്ട്. എന്നാൽ അവരൊക്കെ നമ്മളെ അറിയുന്നതിനെക്കാട്ടിലും നന്നായി അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവല്ലാതെ മറ്റാരുമില്ല.
എന്നെ കേൾക്കുന്ന കാണുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഒരു ദൈവദാസൻ എന്ന നിലയിൽ പറയുവാനുള്ള ഒരു കാര്യം ഇതാണ്. നിങ്ങളെ ഒരു പക്ഷേ ആരും അറിയുന്നില്ലായിരിക്കാം, കാണുന്നില്ലായിരിക്കാം, കേൾക്കുന്നില്ലായിരിക്കാം. നിങ്ങളുടെ കഴിവ് ഒരാൾ അംഗീകരിക്കുന്നില്ലായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെ കൊള്ളത്തില്ല, കഴിവില്ല എന്ന് മാറ്റി നിർത്തുമായിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അതൊരിക്കലും കർത്താവ് അങ്ങനെ പറയില്ല. ആരെ നോക്കിയും കർത്താവ് പറയില്ല നീ കൊള്ളത്തില്ലാത്തവനാ, കഴിവില്ലാത്തവനാ. കർത്താവിന് ആരെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് സംസ്ഥാനത്തിലും അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്നായിക്കോട്ടെ നിങ്ങളിത് കേൾക്കുന്നത്, ഞാനൊരു കാര്യം പറയാം. ആരും അറിയുന്നില്ലായിരിക്കാം, ആരും കേൾക്കുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മളെ കാണുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മളെ അറിയുന്ന ഒരുവരുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യാസമയത്ത് പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. എനിക്ക് അനവധി വാക്യങ്ങളെടുത്ത് പറഞ്ഞ് പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിനുവേണ്ടി ഞാൻ സമയം വേർതിരിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ചർച്ചിൽ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ അധിക സമയം എടുക്കുന്നില്ല. തീർച്ചയായും ചില സന്ദേശം ഞാൻ കൈമാറട്ടെ. ഒരിക്കൽ ഹല്ലേലൂയ വേദപുസ്തകത്തിനകത്ത് കാണുവാൻ കഴിയുന്നത് 1 ശമൂവേൽ പുസ്തകത്തിനകത്ത് 16-ാം അധ്യായം അതിന് 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ശമൂവേൽ പ്രവാചകനോട് ഇങ്ങനെ ദൈവം ഒരു വാക്ക് പറഞ്ഞു. ആദ്യം തെരഞ്ഞെടുത്ത രാജാവായ ശൗൽ രാജാവ് അവിശ്വസ്തത കാണിച്ചപ്പോൾ മറ്റൊരു രാജാവിനെ തെരഞ്ഞെടുക്കണമേ എന്ന് പ്രവാചകനോട് ദൈവം അരുളി ചെയ്തു. എന്നിട്ട് യിശായിയുടെ ഭവനത്തിലേക്ക് പ്രവാചകനെ അയക്കുന്നു. അപ്പോൾ അവിടെ ചെന്ന് ആ ഭവനത്തിനകത്താണ് അടുത്ത രാജാവായി കാണുവാനിരിക്കുന്ന രാജാവെന്ന് പ്രവാചകനോട് പറഞ്ഞ് ദൈവം അയക്കുമ്പോൾ ആ യിശായിയുടെ മറ്റു മക്കളെ എല്ലാം നോക്കുമ്പോൾ അവരൊക്കെ കഴിവുള്ളവരാണ്, ശ്രേഷ്ഠതയുള്ളവരാണ്, കാണാൻ സൗന്ദര്യമുള്ളവരാണ്, ആരോഗ്യപരമായിട്ടുള്ള കഴിവ് സംബന്ധമായിട്ടുള്ള സകല കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്ന വാക്കിതാണ്, മനുഷ്യർ പുറമെ നോക്കുന്നു, ഞാനോ അഹമേ നോക്കുന്നു. എനിക്ക് ആ വാക്യമൊക്കെ ഒന്ന് വായിച്ച് പ്രസംഗിക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്നാലും അതിനകത്തുള്ള ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യർ പുറമേ നോക്കുന്നു, ദൈവമോ അകമേ നോക്കുന്നു. അപ്പോൾ നമ്മുടെ പൊക്കം നോക്കരുത്. ബൈബിൾ പറയുന്നു, വചനം പറയുന്നു, പൊക്കം നോക്കരുത്, വണ്ണം നോക്കരുത്, കളർ നോക്കരുത്, വിദ്യാഭ്യാസം നോക്കരുത്, കുടുംബ മഹിമ നോക്കരുത്. ഇതൊന്നും നോക്കിയല്ല ദൈവം ഒരുവരെ സ്നേഹിക്കുന്നതും ദൈവം ഒരുവരെ തിരഞ്ഞെടുക്കുന്നതും. മറിച്ച് ദൈവം ആരെയെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറമെയുള്ള ഭാഗ്യമായ കാര്യങ്ങൾ നോക്കിയിട്ടല്ല, മറിച്ച് ദൈവം നോക്കുന്നത് അവന്റെ ഹൃദയത്തെയാണ്. ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പുറം എങ്ങനെയുമായിക്കോട്ടെ, നിങ്ങൾ ഏത് കുലത്തിലുള്ളവരായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, വിദ്യാഭ്യാസം കുറവുള്ളവരായിക്കോട്ടെ, കൂടുതലുള്ളവരായിക്കോട്ടെ, പണമുള്ളവരായിക്കോട്ടെ, ഇല്ലാത്തവരായിക്കോട്ടെ, മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടതായ കഴിവോ വേണ്ടതായ യോഗ്യതയോ 10 പേരുടെ മുമ്പിൽ നിൽക്കുവാനുള്ള കപ്പാസിറ്റിയോ ഇല്ലാത്ത വ്യക്തി ജീവിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, അത് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ചിന്തയാണ്. എന്നാൽ കർത്താവ് നോക്കുന്നത് നിങ്ങളുടെ പുറമെയല്ല, നിങ്ങളുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ആ ഹൃദയം ആണ് ദൈവത്തിന് വേണ്ടത്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ ഏത് താഴെ കിടക്കുന്ന ലെവലിലുള്ള വ്യക്തി ആയിക്കോട്ടെ, കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ, പലരും നിങ്ങളെ തള്ളിക്കാണുമായിരിക്കാം, മാറ്റി നിർത്തി കാണുമായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രികാലം കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുവാൻ എന്ന് പറഞ്ഞാൽ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ വാഴുവാൻ, യേശുവിന്റെ മകനായി തീരുവാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ തീർച്ചയായും നിങ്ങളെന്ന വ്യക്തിക്ക് മാറ്റമുണ്ടാകും. 100% ഉറപ്പാണ്. അതിന്റെ ഉത്തമ തെളിവാണ് ഈ ഇന്ന് രാത്രികാലം പ്രസംഗിക്കുന്ന എന്റെ കാര്യം. എനിക്ക് അനവധി കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ആഗ്രഹമുണ്ട്. ഞാൻ പറയട്ടെ, മനുഷ്യർ പുറമേ നോക്കുന്നു, എന്റെ കർത്താവോ അകമേ നോക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയം. അല്ലെങ്കിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മനുഷ്യന് 3 അവസ്ഥയുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകം മനുഷ്യനുണ്ട്. ഈ മനുഷ്യന് 3 ഘടകമുണ്ടെങ്കിൽ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഇഴജന്തുക്കൾക്കോ മറ്റ് ജീവചരാചരങ്ങൾക്കോ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് മനുഷ്യനുള്ളത്. മനുഷ്യന്റെ 3ാമത്തെ പ്രത്യേകത എന്താണ്? ആത്മാവ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
മൃഗങ്ങൾക്കും എഴുജന്തുക്കൾക്കും പക്ഷികൾക്കും അല്ലെങ്കിൽ മറ്റ് ജീവജരാചരങ്ങൾക്കൊന്നും ആത്മാവെന്നുള്ളത് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യന് മാത്രമേ ദൈവം അത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാവാണ് എങ്കിൽ, മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റു മേഖലകളാണ് എങ്കിൽ തീർച്ചയായും ഒരിക്കലും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകത്തിനകത്ത് ഇങ്ങനെ മോശ ഒരു വാക്കെഴുതി. അതിങ്ങനെയാണ്: മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അതിനപ്പുറത്തോട്ട് കഷ്ടവും പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീർന്നു പോകും, ഞങ്ങൾ പറന്നു പോകും. അങ്ങനെയാണ് എങ്കിൽ ഈ ദിവസങ്ങളിൽ എനിക്ക് പറയുവാനുള്ള ഒരു ചിന്ത ഇതാണ്: ദേഹം, ദേഹി എന്ന ഈ 2 മേഖലകൾ നമ്മൾ എടുത്തൊന്ന് പഠിക്കുവാണ് എങ്കിൽ ഈ 2 മേഖലകളും ഈ ലോകപരമായ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, ചാർച്ചക്കാർ എന്ന് വേണ്ട പല മേഖലകൾ. അപ്പോൾ തന്നെ ഞാനെന്ന വ്യക്തിക്ക് ഏതൊക്കെ മേഖലകൾ ഉയരണം എന്ന ചിന്ത ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാൻ, എന്തെങ്കിലുമൊക്കെ പിടിച്ചടക്കുവാൻ, ഞാനെന്ന വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഇന്ന് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും ഈ ലോകപരമായ ഒരു വസ്തുവിനെ കൊണ്ടും ഒരിക്കലും ആ വ്യക്തിയെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം വായിക്കുന്ന, ദൈവത്തിന്റെ വചനം പഠിക്കുന്ന, കർത്താവിനെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതലിന് നിത്യത എന്നുള്ള ഒരു വെളിപ്പാടായിരിക്കും അവന്റെ അകത്ത് ഉണ്ടാവുക. അങ്ങനെ നിത്യത എന്നുള്ള വെളിപ്പാട് അകത്ത് കയറിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഈ ലോകത്തിലെ ഒരു സമ്പദ്ഘടന കൊണ്ടോ, ഒരു അല്ലെങ്കിൽ പദവി കൊണ്ടോ, മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒരിക്കലും ഈ ആത്മീയ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല എന്നുള്ളതാണ് വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാകുന്ന അതിപ്രധാനമായ കാര്യം. ഹല്ലേലൂയ. എനിക്ക് പറഞ്ഞ് വിശദീകരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സമയം വളരെ മുമ്പോട്ട് പോകുന്നല്ലോ. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ആത്മജീവിയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ഈ 2 മേഖലകൾ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണ്. കാരണം ഇത് 50, 60, 70, 80 വയസ്സ് വരെ ഇത് ജീവിച്ചിരിക്കും. കാരണം എത്ര ബന്ധുവായിക്കോട്ടെ, അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ ആ വ്യക്തിത്വത്തെ ഈ ലോകത്തിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അവരെ മറവ് ചെയ്ത് കളയും. ഞാൻ പറയട്ടെ, എത്ര സ്നേഹമുണ്ടെങ്കിലും, എത്ര ശ്രേഷ്ഠതയുള്ളവനായിക്കോട്ടെ, ഏത് മേഖലകളിൽ എത്ര സ്വാധീനമുള്ള വ്യക്തിയായിക്കോട്ടെ, അവർക്കെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നോക്കിയാട്ടെ, ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ 3 അല്ലെങ്കിൽ 4 ദിവസത്തിനപ്പുറത്തോട്ട് സൂക്ഷിച്ചുകൊണ്ട് ആരും ഇരിക്കത്തില്ല. ഹല്ലേലൂയ. കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വന്തം ഭാര്യ പറയും, ഇതിനെ കൊണ്ട് അടക്ക്. അപ്പൻ പറയും, അമ്മ പറയും, മക്കൾ പറയും, ഇതിനെ കൊണ്ട് അടക്ക്. നാറ്റം വെച്ച് തുടങ്ങി. ഞാൻ പറയട്ടെ, മനുഷ്യന്റെ ബന്ധങ്ങൾ, മനുഷ്യന്റെ സ്നേഹങ്ങൾ എല്ലാം കുഴിമാടത്തിന്റെ അവിടെ വരെ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനപ്പുറത്തോട്ട് ഒരു നിത്യതയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ വചനം വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കർത്താവിനോട് ചേർന്ന് നടക്കുന്ന, കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യത എന്നുള്ള വെളിപ്പാട് ലഭിക്കുകയുള്ളൂ. നിത്യത എന്നുള്ള വെളിപ്പാട് ലഭിച്ച ഒരു വ്യക്തിയെ, നിത്യത എന്നുള്ള വെളിപ്പാട് ലഭിച്ച ഒരു വ്യക്തിയെ മറ്റൊരു വസ്തുവിനെ കൊണ്ടും തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, ഉദാഹരണത്തിന് മദ്യം, മയക്കുമരുന്ന്, ലോകത്തിന്റെ മോഹം, ഇന്ന് കാണുന്ന എല്ലാ സുഖഭോഗങ്ങളും, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാലും ഒരു ആത്മീയ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ ആരെ കൊണ്ട് കഴിയില്ല. കാരണം അവന് നിത്യതയുമായി ബന്ധപ്പെട്ട വെളിപ്പാട് ലഭിച്ചിടത്തോളം കാലം ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവിനെ കൊണ്ടും തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. അവന്റെ ആഗ്രഹം വിട്ടുപിരിഞ്ഞ് ഞാൻ കർത്താവിനോടുകൂടെ ചേരണം എന്നതാണ് അവന്റെ വെളിപ്പാടെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി മാറുക. എനിക്കും നിങ്ങൾക്കും നൽകി തന്ന സമയം എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് പറയുവാൻ കഴിയില്ല. ഇന്ന് പത്രങ്ങൾ നോക്കിയാൽ, മീഡിയ നോക്കിയാൽ എല്ലായിടത്തും കാണുവാൻ കഴിയുന്നത് പ്രതീക്ഷിക്കാതെ അനേകരും ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് പ്രായം വ്യത്യാസമില്ല. ഞാൻ പറയട്ടെ, ഇന്നലെയും ഞങ്ങളുടെ സ്നേഹിതൻ മരണപ്പെടാനിടയായി. ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നാളെ ഒരുപക്ഷെ നമ്മുടെ സമയമാകാം.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ ഒരു ആത്മീയ ജീവിയാണോ? അതായത് റോമാലേഖനത്തിനകത്ത് ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാരാണോ അവരത്രേ ദൈവത്തിന്റെ മക്കൾ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം പറയാം, നിങ്ങൾക്ക് ആമേൻ പറയാം. കാരണം നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട് നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവിൽ ആണോ നമ്മൾ, നമുക്ക് ഉറപ്പുണ്ട്, നിത്യത നമുക്ക് അവകാശമാണ്. അങ്ങനെയാണെങ്കിൽ ഈ അവകാശം ലഭിക്കത്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടില്ലാത്ത, അല്ലെങ്കിൽ ഈ വെളിപ്പാട് ലഭിക്കാത്ത പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ദേഹം ദേഹി ആത്മാവിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇനി മുതൽ നിങ്ങളെ നടത്തേണ്ടതും നിങ്ങളെ നിയന്ത്രിക്കേണ്ടതും കർത്താവായി തീരേണ്ടതിനായി നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തി ജീവിതത്തിന് ഉടമയായി ഈ ദിവസങ്ങളിൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് കർത്താവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യത എന്നുള്ള വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നടക്കുക, ജീവിക്കുക. കർത്താവ് എപ്പോൾ വരുവാനും വന്നാലും ഞാൻ ഇതിനകത്ത് ഒരുക്കമുള്ളവരാണ്, ഞാൻ തയ്യാറാണ് എന്ന ചിന്തയോടെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുന്ന ഒരു ദൈവവൈദ്യരായി നിങ്ങൾ ഓരോരുത്തരും മാറിയാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദേഹം ദേഹി ആത്മാവ് എന്ന 3 ഘടകത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മാവെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. അറിയാം, ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം മാത്രമേ ഒരു മൊബൈലിനകത്ത് ചാർജ് നിൽക്കത്തുള്ളൂ. അല്ല, ചാർജ് തീർന്നു പോകുന്നു എന്ന് തോന്നിയാൽ ഞാൻ അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യും, ചാർജ് ചെയ്ത് അതിനെ ഞാൻ ഇടാറുണ്ട്. ഇതുപോലെ തന്നെ ഒരുവന്റെ ആത്മീയ മേഖലയ്ക്കകത്ത് ക്ഷീണത ഉണ്ട് എങ്കിൽ, ബലഹീനത ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ കർത്താവിനോട് പറ്റിയിരിക്കുന്നവരായി മാറുക. കൂട്ടായ്മയിൽ, പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ നിങ്ങൾ പങ്കുകൊള്ളുന്നവരായി മാറുക. തീർച്ചയായും നിങ്ങളുടെ ക്ഷീണാവസ്ഥ മാറി, നിങ്ങളുടെ ബലഹീനത അവസ്ഥ മാറി, നിങ്ങൾ വീണ്ടും ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവൈദ്യനായി തീരുവാൻ ദൈവം നിങ്ങളെ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു നിർത്തട്ടെ, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആത്മാവെങ്കിൽ ഈ ദിവസങ്ങളിൽ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പലപ്പോഴും ദേഹം ദേഹി എന്ന് പറയുന്ന ഈ 2 മേഖലയെ തൃപ്തിപ്പെടുത്തുവാനാണ് നമ്മൾ ഓരോ ദിവസവും നെട്ടോട്ടം ഓടുന്നതെങ്കിൽ ആ ഓട്ടം ഈ ഭൂമി കൊണ്ട് അവസാനിക്കും. എന്നാൽ അതിനപ്പുറത്തോട്ട് ഒരു നിത്യത ദൈവം നമുക്കായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ആ നിത്യത എങ്ങനെയാണ് അവകാശമായി തീരുന്നത്? എന്റെ അകത്തെ ഉള്ളിലെ ആത്മീയ മനുഷ്യൻ അവൻ എങ്ങനെയായിരിക്കണം? ക്രിസ്തുവിനാൽ നടത്തപ്പെടുന്നവരും അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരുമായി തീരണം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദൈവവേദന മാത്രമേ നിത്യത അവകാശമാക്കി തീർക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയട്ടെ, ദേഹം ദേഹി എന്ന മേഖലയിലേക്ക് മാത്രം നിങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട് അതിനെ തൃപ്തിപ്പെടുത്തുവാൻ മാത്രമാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ യാത്ര അത് നഷ്ടമായിരിക്കും. അത് പിന്നീട് ദുഃഖിക്കേണ്ടി വരും, അതിന്റെ പിന്നിൽ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലൈവ് പ്രോഗ്രാമിൽ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം ശുഭകരമാക്കി തീർക്കുക. എങ്ങനെ? അത് ക്രിസ്തുവിനോടൊത്ത്, കർത്താവിനോടൊത്ത്. അതുകൊണ്ട് ആ കർത്താവിനോടൊത്ത് വസിക്കുന്ന കാലമാണ് ഏറ്റവും അനുഗ്രഹം. അതുകൊണ്ട് തന്നെ പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനോട് പറ്റിയിരിക്കുക. ആ കർത്താവ് നിങ്ങളെ ഉയർത്തും. തീർച്ചയായും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തെ നൽകി തരട്ടെ, സമാധാനത്തെ നൽകി തരട്ടെ. ദൈവം ചെയ്ത് എന്നോട് ക്ഷമിച്ചാട്ടെ. ചർച്ചിന്റെ മീറ്റിംഗ് തുടങ്ങുവാൻ ഇനി 6:30-ക്കാണ്. കുറച്ച് സമയം കൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ നിർത്തുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ, എല്ലാവിധ ആശ്വാസ വചനങ്ങളാലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ഈ കൊറോണ കാലത്തും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയാതെ ലഭിക്കുന്ന സമയം കർത്താവിനോട് കൂടെ ചെലവഴിക്കുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തയ്യാറായാൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ പലർക്കും ഒരു അത്ഭുത വിഷയമാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അനേകർക്ക് ഒരു അത്ഭുത വിഷയമായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനാവശ്യമായ ദൈവകൃപ, അതിനാവശ്യമായ നന്മകൾ ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കി തന്ന ഇതിന്റെ ആത്മീയമാരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.